വീഡിയോസൊന്നും കുറച്ച് നാളായി കുറച്ച് വലിയ വീഡിയോസൊന്നും ഞാൻ ഈ ചാനൽ ഇട്ടിട്ടില്ല. എന്തായാലും നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് അലർജി ഇഷ്യൂസൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും വരാതിരുന്നത്. എന്തായാലും ഇനി തുടർന്ന് നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ പോകാം എന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു വ്യൂ എനിക്ക് എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നുമില്ല. സത്യമായിട്ട് വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നുമില്ല. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കാണുന്ന ആൾക്കാർ ഒരു കമൻറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് പോലും ചെയ്യാറില്ല പലവരും. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റെങ്കിലും അടിക്കണേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ എ ഐ വെച്ച് ഒരുപാട് ഫേക്ക് വീഡിയോസും ഫേക്കായിട്ട് എ ഐ വെച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഉണ്ടാക്കുന്നതും അതേ കണക്കുള്ളതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എ ഐ വെച്ച് നല്ല നല്ല ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങളും നല്ല ഒരുപാട് കാര്യങ്ങൾ എ ഐ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനനുസരിച്ച് തന്നെ ദോഷവുമുണ്ട്. അത് ചില തന്തയില്ലാത്തവന്മാരെന്ന് തന്നെ എനിക്ക് പറയാൻ ഒക്കുന്നുണ്ട്. അവന്മാരുടെ കുറച്ച് ലീലാവിലാസങ്ങളും കുറച്ച് എ ഐ വെച്ച് ചെയ്യുന്ന കുറേ തന്തയില്ലായ്മയെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തേ ഇല്ല. പറഞ്ഞേ ഒക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളും വിശ്വസിച്ചു പോകും, ഇത് റിയൽ ആണോ എന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടെങ്കിലും വിശ്വസിക്കും. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഇപ്പം പണ്ടത്തെ കണക്ക് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടാണ്. കമൻറ്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്ന് വൾഗറായിട്ടുള്ള പിക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്, വൾഗറായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന പേജുകളുണ്ട്. അതേ കണക്ക് തന്നെ പല നമ്മുടെ ആക്ട്രസ്സുകളെ പറ്റിയും മലയാള ആക്ട്രസ്സുകളെ പറ്റിയും അങ്ങോട്ടുള്ള ആക്ട്രസ്സുകളെ പറ്റി വൾഗറായ പിക്ചറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ വരെ പേജുകൾ വരെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അത് എനിക്ക് പറയാനുള്ളത് അതിലൊന്നും ചെന്ന് വീഴാതെ അത് മാക്സിമം റിപ്പോർട്ട് അടിക്കുക. എത്ര നിങ്ങൾക്ക് ഞാനതൊന്നും ഇവിടെ പ്ലേസ് ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യവുമില്ല അത് പ്ലേസ് ചെയ്യാനുള്ള. എന്തായാലും ഞാൻ പറയുന്നത് മാക്സിമം റിപ്പോർട്ട് അടിച്ചത് കളയാൻ ശ്രമിക്കുക. അല്ലാതെ അത് സപ്പോർട്ട് ചെയ്യാതെ മാക്സിമം അതിന് സാധ്യമല്ല. നല്ല വീഡിയോസ് ഇടുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളിൽ പോലും കിട്ടാത്ത ഫോളോവേഴ്സ് ആ പേജുകൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് ആളുകളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴും എനിക്ക് എന്തോ കണക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും അതിനെപ്പറ്റി പറയാനുള്ളത് മാക്സിമം നിങ്ങളെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് റിയലാണോ ഫേക്കാണോ എന്ന് കൃത്യമായി വിലയിരുത്തി ഫേക്കാണെന്ന് കാണുകയാണ് റിപ്പോർട്ട് അടിക്കുക. ആരെങ്കിലും ദോഷകരമായിട്ടുള്ളതാണ് റിപ്പോർട്ട് അടിക്കുക. എന്താണ് നമുക്കത് മാത്രമേ ചെയ്യാനൊക്കൂ. റിപ്പോർട്ട് അടിച്ചുകൊണ്ടും കാര്യമില്ല. അതിന് ലക്ഷക്കണക്കിന് പേജുകളും ലക്ഷക്കണക്കിന് ഫോട്ടോസുമാണ് ഓരോ മണിക്കൂറുകളിലും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സൈഡിലായിട്ടൊരു ഫോട്ടോ കൊടുക്കാം. അനുമോളുടെ ഫോട്ടോയാണ്. എനിക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോ പോകണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ കൊടുക്കുന്നത്. റിയൽ ഫോട്ടോ ഈ സൈഡിലായിട്ട് കൊടുക്കാം, ഫേക്ക് ഫോട്ടോ ഇവിടെ ആയിട്ട് കൊടുക്കാം. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അനുമോളുടെ ആ ഡ്രസ്സിൻ്റെ തന്നെ കണ്ടില്ലേ, പല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റി, പല രീതിയിൽ അത് എ ഐ വെച്ചത് അത് എഡിറ്റ് ചെയ്ത് മാറ്റി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ തന്നെ ആദ്യം വിചാരിച്ചു അനുമോളാണോ, അനുമോൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുന്നതല്ല എന്നാണ് എൻ്റെ വിചാരം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ധരിക്കാത്ത അനുമോളുടെ ആ ഒരു റീൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ആര് കണ്ടാലും നമുക്ക് ഒരുപാട് ആ പേജിൽ തന്നെ 12K ഫോളോവേഴ്സാണ്. മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഏത് പേജാണോ ഇങ്ങനെ കാണുന്നത്, ആ പേജൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, പേജ് ആണോ കാണുന്നത് എല്ലാം റിപ്പോർട്ട് അടിക്കുക. പല ആൾക്കാരും ഈ ആക്ട്രസ്സുകളെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇത് കാണുന്നവർ പലവരും മെൻഷൻ ചെയ്ത് ഇതേ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തവർക്ക് മെൻഷൻ ചെയ്ത് എന്ന് വെച്ചാൽ ഈ ആക്ട്രസ്സുകൾക്ക് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇവർ കണ്ടിട്ടും എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻറ്റായി രേഖപ്പെടുത്തണേ.